നമ്മളുടെ ഓസ്കാറിൻ്റെ അപ്ഡേഷനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ നല്ലോണം ചെയ്യുക ഗൈസ്. നമുക്ക് ഇപ്പോൾ ഓസ്കാറിൻ്റെ അപ്ഡേഷൻ കാണിക്കാം. ഓസ്കാർ ഇപ്പോൾ കുറച്ച് ഡള്ളായി തുടങ്ങി ഗൈസ്. എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ, ചെറുതായിട്ട് ഡള്ളായി ഓസ്കാർ. നിങ്ങൾ ഈ സാധനത്തിൽ ഒച്ച നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അതേപ്പോഴും അത് ഭയങ്കര ഡള്ളായി കിടക്കാണ് ഗൈസ്. എന്തോ പറ്റി, മെത്തലമ്പിളൊന്നും വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. പിന്നെ നമ്മുടെ പോളാർ ബാറ്റിൽ നല്ല ആക്റ്റീവാണ് ഗൈസ്. പിന്നെ ഉള്ളത് ഇത് നല്ലോണം നമ്മൾ തിറങ്ങി ഇതേ കണ്ട. നമ്മളെ പേടിയൊന്നുമില്ല ഇപ്പോൾ എല്ലാവർക്കും. ഇപ്പം ഞാൻ കൈ ഇട്ടാലും വലിയ കുഴപ്പമില്ല. എനിക്ക് കൈ ഇട്ടാൽ എല്ലാവരുടെ പേടിയൊക്കെ മാറും. വെറുതെ അങ്ങനെ ഇരുന്ന നല്ലതാണ്. അവർക്ക് എപ്പോഴും നമ്മൾ ഇടയ്ക്കിടുമ്പോൾ അവർക്കൊരു ഇറിറ്റേഷനാവും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്കാറിൻ്റെ ഡൾനെസ് മാറ്റാനാണ്. അതിനെ കുറച്ച് കല്ലുപ്പ് എടുത്തുകൊണ്ട് വരാം ഗൈസ്. കല്ലുപ്പ് എടുത്തുകൊണ്ടുണ്ട്, അത് കുറച്ചിനകത്ത് ആഡ് ചെയ്യാം. അളവൊന്നുമില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നോക്കാം. പിന്നെ ഇത് ചെമ്മീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിന്നിട്ട് പകുതി ആകുമ്പോഴേക്കും തുപ്പിക്കളയും. എന്നിട്ട് അങ്ങനെയാണ് തിന്നുന്നത്. അതും ശരിയാവാൻ വേണ്ടി നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെത്തലിമ്പിളും നേരത്തെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. ഉണ്ടാ അത് ഡൾനെസ് ഉണ്ട്, അതിൻ്റെ ബോഡിയിൽ സ്ലൈമൊക്കെ പോയി. അതിൻ്റെ കളറും എല്ലാം ഫെയിലായി. നമ്മളുടെ ഓസ്കാറൊക്കെ നന്നായിരിക്കുന്നു. ഓസ്കാർ പുലിവാഹൻ. ഓസ്കാർ ഇപ്പോൾ പേടിച്ചിരിക്കുക. അവന് ഞാനിന്ന് ഫുഡൊക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് അത്ര ആക്രാന്തമില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിഞ്ഞൂടാ. ആ പുലിവാഹിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പുലിവാഹ കുറച്ച് അതിനും ഡൾനെസ് ഉണ്ട് ചെറുതായിട്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അത് ഈ വലിയ പുലിവാഹയ്ക്ക് ഉണ്ടായിരുന്നതാണ്, അത് മാറി. പിന്നെ അത് ക്ലിയർ ആവണില്ലല്ലോ ഗൈസ്. ചെറുതായിട്ടെങ്കിലും കാണാനായിട്ട് കണ്ട ഗൈസ്. ആ ചെറിയത് അതിൻ്റെ തല മേളിൽ വെച്ചിട്ടുണ്ട. അതിനെന്തോ പറ്റി ഗൈസ്. കുറച്ച് മെത്തലിമ്പിൾ ഒഴിച്ചു കൊടുക്കാം ഗൈസ്. നമ്മൾ മെത്തലിമ്പിൾ ഒഴിച്ചിട്ടുണ്ട് കുറച്ച്. 1 2 3 4 ഇത്രയൊക്കെ മതി. ഓക്കെ, ഇത്ര മതി. ഇത്ര വലിയ ടാങ്ക് ആയതുകൊണ്ട് ഇത്രയൊക്കെ മതി ഗൈസ്. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇതെടുത്ത് നമ്മൾ ഇവിടെ വയ്ക്കുന്നു. നമ്മൾ കല്ലുപ്പ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കല്ലുപ്പൊക്കെ തീർന്നു. ആകിച്ച് പുലിവാങ്ങിക്കരുത്, ടപ്പടിക്കും. അയ്യോ, അതെന്താണ് പറ്റിയാവോ ഗൈസ്. നിങ്ങൾക്കത് ശരിയാക്കായിട്ട് വല്ല വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അടിച്ചു.
ഓസ്കാർ നമ്മൾ നല്ലോണം ആക്റ്റീവാണ്. ആ പുലിവാക്ക് എന്തോ പറ്റി. ഞാൻ ഫീഡിങ് കൊടുത്ത് കുറച്ച് കൂടിപ്പോയാ. ഇന്നലെ എൻ്റെ അച്ഛൻ കുറച്ച് ഞാഞ്ഞൂളിനെ പിടിച്ചു കൊടുത്തു എല്ലാവർക്കും. അതുകൊണ്ട് ഇന്നലെ എനിക്ക് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അതിനെന്താ പറ്റിയ ഗൈസ്, എന്തോ പറ്റിയതിന്. എൻ്റെ ഡള്ളായി കിടക്കത്. ഓസ്കാറിനെ മാത്രം കാണാൻ പറ്റും, പുലിവാഹിനൊന്നും കാണാനേ പറ്റില്ല. രണ്ടുപേരിക്കുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഫോക്കസ് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. പുലിവാഹിയുടെ അഗ്രഷൻ ഓഫ്. ഞാൻ ഇവരെ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കണത്, നമ്മളിപ്പോൾ വല മൂടി ഇപ്പം നമ്മളിപ്പോൾ വരും, അതായത് മേ ബി ഇങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ചെരുപ്പിൻ്റെ ഒച്ചയ്ക്കില്ല അവർ, അപ്പോൾ അവരിങ്ങനെ വന്ന് നിൽക്കും. നമ്മൾ സാധാ പോലെ ഇട്ട് കൊടുക്കും, തിന്നും. പക്ഷെ ഓസ്കാറിന് മാത്രം ഇവിടെ അത്ര സ്പീഡില്ല, അതുകൊണ്ട് പയ്യെ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കും, ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇവന് ഈ പുലിയാക്കി അങ്ങനെ തിന്നാൻ പറ്റില്ല. എപ്പോഴും ഒരേപോലെ ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയുക, ഈ എല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ പുലിവാഹ അത് ഓരോന്നായിട്ട് തിന്നും. അപ്പോൾ ഈ ഓസ്കാറും കിട്ടും അത്. അപ്പോൾ രണ്ടുപേർക്കും ഈക്വലായിട്ട് കിട്ടും. മറ്റേ പുലിയാക്കും കിട്ടിയതാണ്. എന്താ പറ്റിയെന്നല്ല ഈ പുലിയാക്കി. ഗായ്സ്, നിങ്ങൾക്ക് വല്ല ഇതിനെ മാറ്റായിട്ട് വല്ല വഴി ഉണ്ടെങ്കിൽ പറയണം. കണ്ട അതിങ്ങനെ പൊന്തി കിടക്കണുണ്ട്, അത് വടി പോലെ. അതേപോലെ ഇനി പുലിയാക്കി ഉണ്ടായി, അത് മാറി. പക്ഷേ ഇത് കുറച്ച് സീരിയസ് ആണെന്നൊരു സംശയമുണ്ട്. ഇനി നമുക്ക് ഗോൾഡ് ഡിക്ഷണറിയിലോട്ട് കിടക്കാം. ഗോൾഡ് ഡിക്ഷണറി ടാങ്ക് നമ്മൾ ഇന്നാൾ ദിവസം ക്ലീൻ ചെയ്ത വീഡിയോ നമ്മൾ കാട്ടിയായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ നല്ല ക്ലീനാണ്. ഞാൻ ഒരു ടൈലും കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ചെറുതായിട്ട് വലുത്, ഇവർ ചിലപ്പോൾ എങ്ങാനും ബ്രീഡായല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കല്ലിട്ട് കൊടുക്കാൻ. അല്ല കല്ലല്ല, ഈ സ്റ്റീലിൻ്റെ കഷ്ണം. അപ്പോൾ അവരങ്ങനെ പ്രസവിക്കുകയാണെങ്കിൽ അവിടെ ഒട്ടിപ്പിടിച്ച് പ്രസവിച്ചുള്ളത്. കല്ല് പോലെയാണ്. കല്ല് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം, അത് മൂർച്ചയുള്ളതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. എല്ലാ സൈഡും ചെറിയ മൂർച്ച ഉണ്ടാവില്ല. ഇതാണെങ്കിൽ ഫ്ലാറ്റ് സർഫസ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞാൻ പുതിയൊരു സംഭവം കടുത്തിട്ട് ഗൈസ്, ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ സംഭവമാണ്. അല്ല, കൃഷിയാണ്. ഇത് ചീരയാണ് ഗൈസ്. ചീര പിടിച്ചു വന്നു, ഇതും വന്നു, അത് ചീര വന്നു. എനിക്ക് ഈ ചീരയുടെ വിത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ചീരയുടെ വിത്ത് ഞാൻ ഇട്ടിട്ട് മുളപ്പിച്ചെടുത്തു. പിന്നെ ഇതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താണ്. പെട്ടെന്ന് ചീര പിടിച്ച് വരും. പിന്നെ അതേപോലെ തന്നെ ഈ ചീരയും, പക്ഷേ ഇതാണ് ആദ്യം ഇട്ടത്. പക്ഷേ ഇത് പയ്യെ മുളച്ചിട്ട് ഇത് ഇന്നലെ ഇട്ടുള്ളൂ. ഇത് മിഞ്ഞനാളിൻ്റെ എന്നോണ്ട് ഇട്ടതാണ്. എന്നിട്ട് ഇത് പയ്യേയും ഇത് സ്പീഡിൽ വളർന്നു. പിന്നെ ഇതിനകത്തൊരു പച്ചച്ചീര ഉണ്ടാ, അത് വെറും പുല്ലാണ് ഗൈസ്. അത് ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടെ. ഇവിടെ കിടക്കണ ഇങ്ങനത്തെ മണ്ണുണ്ടോ, ഞാൻ സൂമിൽ കാട്ടിത്തരാം. ഈ മണ്ണിൽ നിന്നാണ് ഇതൊക്കെ മുളച്ചു വന്നത്. അതാണ് എനിക്ക് അതിശയമായിട്ട് തോന്നിയത്. ഇത് ഇങ്ങനത്തെ മണ്ണിൽ നിന്ന് അത് മുളച്ചു വന്നു. ഞാൻ ഒരു ടെസ്റ്റ് അടിച്ച് നോക്കിയതാ, അത് ഭാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേണവരെ ബായ്.